തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ ബി.ജെ.പി. സീൽ വന്നതിലെ അന്വേഷണ റിപ്പോർട്ടിന്മേൽ ഇന്ന് നടപടിയുണ്ടായേക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഇന്ന് കൂടിയാലോചന നടത്തും. ശേഷമായിരിക്കും ഏത് രീതിയിൽ തുടർ നടപടി എന്ന കാര്യം തീരുമാനിക്കുക. വിഷയത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മൊഴികൾ ഉൾപ്പെടെ രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസമാണ് സിഇഒയ്ക്ക് റിപ്പോർട്ട് ലഭിച്ചത്. ഗുരുതര വീഴ്ച സമ്മതിക്കുമ്പോഴും ക്ലറിക്കൽ പിഴവ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കമ്മീഷൻ. ഹരിമോഹൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഹരി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഔദ്യോഗിക ഉത്തരവിൽ ഒരു പാർട്ടിയുടെ സീൽ വരിക എന്ന് പറയുന്നത് അത് എത്രത്തോളം ഗൗരവതരമായ ഒരു വിഷയമാണെന്ന്. പക്ഷെ ഇപ്പോഴും അതൊരു ക്ലറിക്കൽ പിഴവാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തായാലും കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ടിന്മേൽ തുടർ നീക്കങ്ങൾ നടത്തുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. എന്ത് പ്രതീക്ഷിക്കണം? ആര്യ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഒരു കർശനമായിട്ടുള്ള നടപടിയിലേക്ക് തന്നെ ഇതിന് പോകേണ്ടി വരും. കാരണം അത്രത്തോളം വിവാദമായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഔദ്യോഗിക സർക്കുലറിൽ ബി.ജെ.പിയുടെ സീൽ വരിക, അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഈ കേസിന് അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് ആധാരം എന്ന് പറയുന്നത്. അതൊരു ക്ലറിക്കൽ പിഴവാണ്. അതായത് ഒരു വീഴ്ച സംഭവിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്, പക്ഷേ അതേസമയം തന്നെ അതൊരു ക്ലറിക്കൽ പിഴവാണ് എന്നുള്ള വാദം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംസാരിച്ചത്. പക്ഷേ അതിൽ വിശദമായ ഒരു അന്വേഷണം നടന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ എല്ലാം തന്നെ മൊഴികൾ രേഖപ്പെടുത്തി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ മറ്റു ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തിയ ശേഷം ഇനിയിപ്പോൾ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അന്തിമ ധാരണയിലേക്ക് എത്തുകയും ഇന്ന് ഒരുപക്ഷെ അത് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു ജൂനിയർ ലെവൽ അല്ലെങ്കിൽ ജൂനിയർ തലത്തിലുള്ള ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ ആ നടപടി മാത്രം മതിയോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം ഇതിൽ കടുത്ത വിമർശനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്നിരിക്കുന്നത്. കാരണം കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സീൽ ഒരു സർക്കുലറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർക്കുലറിൽ വരിക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഈ പ്രതിപക്ഷ പാർട്ടികൾ കുറെ കാലമായി ഉന്നയിക്കുന്ന ആരോപണത്തെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ കൂടിയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബി.ജെ.പി. രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണം കോൺഗ്രസും CPM-ഉം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഏറെക്കാലമായി ഉന്നയിക്കുന്നതാണ്. അപ്പോൾ ബി.ജെ.പിയുടെ സീൽ കൂടി വന്നതോടുകൂടി ആ വാദത്തിന് ബലം പകരുകയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ ഇന്നലെ ഇത് സംബന്ധിച്ചിട്ടുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതൊരു ക്ലറിക്കൽ പിഴവാണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ തലയിൽ പഴി ചാരിക്കൊണ്ട് അവിടെ നിന്ന് തലയൂരാം എന്നുള്ള ഒരു ശ്രമം അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് നേതാക്കളെല്ലാം, പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അതൊരു ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വിശദീകരണം അനുസരിച്ചാണെങ്കിൽ 2019 ഈ ക്രിമിനൽ ആന്റിസിഡന്റ് സംബന്ധിച്ചിട്ടുള്ള ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച സർക്കുലറിൽ ഒരു വിശദീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. ഒരു കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരുന്നു. അന്ന് ഈ കത്ത് ഒരു സർക്കുലറിന്റെ രൂപത്തിലേക്ക് അറിയാതെ, അതായത് ക്ലറിക്കൽ പിഴവെന്നുള്ള രൂപത്തിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് ഉദ്യോഗസ്ഥ തലത്തിൽ വന്നൊരു വീഴ്ചയാണ് എന്നുള്ളത് മാത്രമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപകാലത്തെ എല്ലാ പ്രവർത്തനങ്ങളുടെയും തുടർച്ച എന്നുള്ള നിലയ്ക്കും കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പിയെ സഹായിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രവർത്തികളുടെ തുടർച്ച എന്നുള്ള നിലയ്ക്കുമാണ് അതിനെ കാണേണ്ടത് എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് നേരത്തെ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും സമാനമായി തന്നെ അനുഭവം ഉണ്ടായി എന്നുള്ളത് കൂടിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും ഒരേ രീതിയിൽ ഈ കത്ത് കിട്ടുന്നു. ആ കത്തിലെല്ലാം തന്നെ ബി.ജെ.പിയുടെ സീൽ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച എന്ന് പറയുന്നത്. അതൊരു കേവലം ക്ലറിക്കൽ വീഴ്ചയായി തന്നെ കണ്ട് മറ്റ് നടപടികളിലേക്ക് കടക്കാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടത്. അതായത് ഒരു ജൂനിയർ ഉദ്യോഗസ്ഥന് മാത്രം സംഭവിച്ച പിഴവെന്നുള്ള നിലയിൽ അത് ഒതുക്കി തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത്. ഈ അന്വേഷണ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുടെ എല്ലാം തന്നെ മൊഴികൾ അതിനകത്തുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് ഏത് നിലയ്ക്കാണ് അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയിലേക്കോ അല്ലെങ്കിൽ അതിലെന്താണ് തുടർന്ന് ചെയ്യുന്നത് എന്ന് സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് കരുതുന്നത്. ആര്യാശ്രുതി, ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിലാണ് ഇനി ആകാംക്ഷ ബാക്കി നിൽക്കുന്നത്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.